വെൽക്കം ടു ലൈഫ് ക്രാഫ്റ്റ് ബൈ അർഷി. ഞാൻ അർഷിത. ഒരു 2 മാസം മുൻപ് സൗദിയിൽ പോകുന്നതിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് VFS പോയി വിസ റിജക്റ്റ് ആയി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പോഴും കാണുന്ന കുറച്ച് പേരെങ്കിലും എനിക്ക് ഇൻസ്റ്റയിൽ വന്നിട്ടും നമ്മുടെ വീഡിയോൻ്റെ താഴെ വന്നിട്ടൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ പിന്നെ സൗദി പോയോ, നിങ്ങൾ ഇനി പോണില്ലേ, നിങ്ങൾ സൗദിയിൽ എത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒക്കെ കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എന്ന വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എന്തായാലും സൗദി പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ട് പുതിയ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ പുതിയ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അഥവാ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ജൂലൈ 29th or 6th അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ പുതിയ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. പക്ഷേ പുതിയ വിസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മാസത്തോളം സമയമെടുത്തു. ഓഗസ്റ്റ് ഒരു 25th or 26th അങ്ങനെയാണ് നമുക്ക് പുതിയ വിസ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ VFSലേക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു. VFSലേക്ക് അപ്പോയിൻമെൻ്റ് എടുത്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പേര് ഇങ്ങനെ മിങ്കിൾ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് എൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് അർഷിത തസ്ലീം പ്ലസ് എൻ്റെ സർനെയിം അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ എൻ്റെ പ്രീ അപ്രൂവൽ ലെറ്ററിൽ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഫാദറിൻ്റെ നെയിം ഉണ്ട്. മക്കളതും അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. 3 പേരതും പേര് മിങ്കിൾ ചെയ്തിട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ പേരിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഫാദറിൻ്റെ നെയിമും കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വിസ അടിക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇമിഗ്രേഷനിൽ പ്രശ്നമാവുമെന്ന് അറിയില്ല എന്ന് അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത ടെൻഷന് തുടങ്ങി. കാരണം ഒരു തവണ വിസ റിജക്റ്റ് ആയിട്ട് വന്നതാണ്. അപ്പം ഇനി വിസ അടിക്കാൻ പ്രശ്നമില്ല, ഇനി ഇമിഗ്രേഷനിൽ പ്രശ്നമാവുമോ എന്നറിയില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ടെൻഷൻ ആവുമല്ലോ. അങ്ങനെ പുതിയ വിസയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും കൊടുത്തു. ദെൻ ഒരു സെപ്റ്റംബർ 4th ആയപ്പോൾ വിസ മെയിൽ വന്നപ്പോൾ ഒരു ചെറിയൊരു സമാധാനം ഉണ്ടായിരുന്നു. പേരെല്ലാം വളരെ കറക്റ്റായിട്ട് നമ്മുടെ പാസ്പോർട്ടിൽ എങ്ങനെയാണോ അങ്ങനെയാണ് പേര് വന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ് റാഹത്തായി എന്നുള്ള രീതിയിൽ അങ്ങനെ നിന്നു. പക്ഷെ വീണ്ടും വിസ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ, അഥവാ നമ്മുടെ പാസ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ അവിടെ ഒരു വിസയുടെ പ്രിന്റ് ഉണ്ടായിരിക്കുമല്ലോ, അതിൽ നമ്മുടെ പ്രീ അപ്രൂവൽ ലെറ്റർ എങ്ങനെയാണോ പേരുള്ളത് അതേപോലെ തന്നെയാണ്. ദാറ്റ് മീൻസ് എൻ്റെ അർഷിത, ദെൻ എൻ്റെ ഫാദറിൻ്റെ നെയിം, പിന്നെ തസ്ലീം, പിന്നെ എൻ്റെ സർനെയിം അങ്ങനെ മിങ്കിൾ ചെയ്തിട്ട് ഇടയിൽ ഫാദറിൻ്റെ നെയിം കൂടി ആഡ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ടെൻഷനായി. കാരണം ഇനി അത് ഇമിഗ്രേഷനിൽ പ്രശ്നമാവോ എന്നുള്ളൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വിസയുടെ പ്രിന്റ് എടുത്തിട്ട് അതും കൂടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇങ്ങനെ മെയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ എന്തായാലും സെപ്റ്റംബറിൽ എന്തായാലും ടിക്കറ്റിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ മോൾക്ക് സ്കൂളുണ്ട്, അവൾക്ക് ലീവും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മാസത്തെ ടൈം നമ്മളെടുത്തു. നമ്മളൊരു ഒക്ടോബർ 3-നാണ് പുതിയ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കാലിക്കറ്റിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അവിടെ പോയി ഇമിഗ്രേഷനിൽ എന്നോട് യാതൊരുവിധ അവരെ അങ്ങനെ പേരിനെ കുറിച്ചിട്ട് യാതൊരു കാര്യം അന്വേഷിക്കുക പോലും ചെയ്തില്ല കേട്ടോ. അൽഹംദുലില്ലാഹ് എന്നുള്ള ഫീലായി. അവിടുന്ന് കയറിയിട്ട് ഇവിടെ വന്നിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വിസയുടെ പേരോ കാര്യങ്ങളോ ഒന്നും ആയിട്ട് ഇവിടെ ഇമിഗ്രേഷനിലും യാതൊരു പ്രശ്നമില്ലാതെ അൽഹംദുലില്ലാഹ് നമ്മളൊരു ഒക്ടോബർ 3-ന് ഇവിടെ എത്തി. എന്തായാലും ഇപ്പോൾ ഞാനിവിടെ സൗദിയിലാണ് ഉള്ളത്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഏകദേശം ഒരാഴ്ചയോളമായിട്ടുണ്ട് നമ്മൾ സൗദിയിലെത്തിയിട്ട്. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ അപ്ഡേറ്റ്സ്. പിന്നെ നമുക്ക് സൗദി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതോടൊപ്പം റീഫണ്ട് കിട്ടിയോ എന്ന് കുറച്ച് പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ റീഫണ്ട് കിട്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ എത്ര എമൗണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു എമൗണ്ട് നമുക്ക് റീഫണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇനി നമ്മുടെ സൗദി ലൈഫും സൗദി റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള കണ്ടന്റുമായിട്ട് നമുക്ക് ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്.